നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും തങ്ങളുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രചാരണ പരിപാടികളും മാക്സിമം എല്ലാ വോട്ടർമാരിലേക്കും എത്താനുള്ള എല്ലാ തരത്തിലുള്ള പരിപാടികളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചില സിനിമാ മേഖലയിലുള്ളവരും അല്ലാതെ തന്നെയുള്ള രാഷ്ട്രീയത്തിലില്ലാത്ത മറ്റു പ്രമുഖരെല്ലാം പിന്നെ രാഷ്ട്രീയത്തിലുള്ളവർ വരുന്നുണ്ട്. ഇവർക്ക് വേണ്ടി വോട്ട് അപേക്ഷിച്ച് വരുന്ന കാഴ്ച എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു പതിവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പല പ്രമുഖരും അതുപോലെ തന്നെ സിനിമ രംഗത്തുള്ളവരും എല്ലാം തന്നെ അവർക്ക് വോട്ട് അപേക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ അവരുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാകാം. എന്നിരുന്നാലും സ്ഥാനാർത്ഥികൾക്കിടയിലേക്ക് അവർക്ക് വേണ്ടി വോട്ട് അപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള താരങ്ങൾ എത്താറുണ്ട്. അപ്പോൾ അത് എത്തുമ്പോൾ കുറച്ചുകൂടെ പ്രചാരണ പരിപാടികളെല്ലാം ഒന്നും കൂടെ ചൂട് പിടിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. എന്നിരുന്നാലും ഇത്തവണ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു വാർത്തകളും വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ പോകുന്നില്ലേ എന്ന് നടൻ സലീം കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പരിഹാസപൂർണ്ണമായിട്ടാണ് അതിന് മറുപടി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ പലതവണ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിട്ടുള്ള പത്മജ വേണുഗോപാൽ എന്നെ അവഗണിച്ചേ എന്ന് കരച്ചിലും ഒപ്പാരിയുമായി BJPയിൽ ചേർന്നു. അതിനു മുൻപ് കേന്ദ്രമന്ത്രി വരെയായി സുഖിച്ചു നടന്ന പ്രൊഫസർ KV തോമസും അവഗണിച്ചെന്ന പരാതിയുമായി ഇടത്തേക്ക് മാറി വീണ്ടും സ്റ്റേറ്റ് കാറും പദവിയും. മരുതെവിടെയെന്ന് ചോദിക്കുമ്പോൾ പൊതിച്ചോറിന്റെ കണക്ക് പറയുന്ന കോമഡി വേറെ. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഒരു പൊളിറ്റിക്കൽ കോമഡി സിനിമ ചെയ്താലോ എന്ന് ആലോചിച്ചതാണ് ഞാൻ. ഇത് പറഞ്ഞ് ചിരിക്കുകയാണ് നടൻ സലികുമാർ. ലോക പരാജയങ്ങളായ ഇവരെയൊക്കെ കഥാപാത്രങ്ങളാക്കി സിനിമയെടുത്താൽ അത് 8 നിലയിൽ പൊട്ടില്ലേ എന്നോർത്താണ് ചിരിച്ചത്. എന്തിനാണ് വയ്യാത്ത പണിക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം വളരെ പരിഹാസ രൂപേണ ഇപ്പോൾ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം കൂട്ടിണക്കിക്കൊണ്ട് മറുപടി നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോൺഗ്രസ്സുകാരനല്ലേ പ്രചാരണത്തിനൊന്നും പോകുന്നില്ലേ എന്ന ചോദ്യം. എന്തിന് ഞാനിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ എടുക്കാറില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് പ്രസംഗിച്ച് നടന്നിരുന്നു. കഴിഞ്ഞ തവണ നേട്ടം ഇത്തവണ UDF ഉണ്ടാകില്ല എന്നുള്ള ചോദ്യം. എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട്. പത്മജിയുടെ BJPയിലേക്ക് എൻട്രിയും രാജേന്ദ്രന്റെ അടുപ്പവും ഒക്കെ ചില പന്തികേടുകളുടെ സൂചന നൽകും പോലെ. CPM ഉം BJPയും തമ്മിൽ എന്തൊക്കെയോ ഡീൽ നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്ന് വ്യക്തമല്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ അത് വ്യക്തമാകുമെന്ന് കരുതാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമോ എന്നാണ്. എവിടെ പിടിക്കാൻ? നരേന്ദ്രമോദി പവർഫുൾ നേതാവാണെന്ന് എതിരാളികൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അഴിമതി ആരോപണങ്ങൾ ചിലതൊക്കെ അങ്ങിങ്ങ് കേൾക്കുന്നതല്ലാതെ ഒരു നേതാവിനെതിരെയും വ്യക്തമായ ആരോപണം ഉയർന്നിട്ടില്ല. പ്രധാന കാര്യം അതൊന്നുമല്ല, രാഹുൽ ഗാന്ധിയെ മോദിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ DMK മാത്രമാണ് രാഹുലിനെ ഉയർത്തിക്കാട്ടുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഏതായാലും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും നടക്കുന്ന സംഭവങ്ങളെ വളരെ ഒരു തമാശ രൂപേണയാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇത്തവണ സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് അപേക്ഷിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകില്ല എന്നുള്ളൊരു മറുപടിയാണ് സലീം കുമാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.